കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥി നേദ്യ രാജേഷിന് കണ്ണീരോടെ വിട നൽകി നാട്. നാട്ടുകാരും സഹപാഠികളും രക്ഷിതാക്കളും അടക്കം നൂറുകണക്കിന് പേരാണ് നേദ്യയെ അവസാനമായി കാണാനെത്തിയത്. സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സ്കൂളിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് അനുജത്തിക്ക് ഒരു കഷ്ണം കേക്കുമായാണ് നേദ്യ ഇന്നലെ വീട്ടിലേക്ക് പോയത്. കളിച്ച് രസിച്ച അതേ സ്കൂൾ ഹാളിലേക്ക് ചേതനയേറ്റ ശരീരമായി മടങ്ങി വരവ്. നടുക്കം മാറാതെ കൂട്ടുകാരും അധ്യാപകരും നേദ്യയെ കാണാനെത്തി. നമ്മുടെ മക്കളെ പറ്റി പറയാൻ നമുക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെ കുറുമാത്തൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. അതേസമയം അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബ്രേക്ക് പൊട്ടിയതാണെന്ന ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. ബസ്സിന് യാതൊരു സാങ്കേതിക തകരാറുമില്ലെന്നാണ് പരിശോധനയിലെ കണ്ടെത്തൽ. അപകടമുണ്ടായ അതേ സമയത്ത് നിസാമുദ്ദീൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നുവെന്നതിൽ വ്യക്തതക്കായി മോട്ടോർ വാഹന വകുപ്പ് സൈബർ സെല്ലിനോട് വിവരം തേടിയിട്ടുണ്ട്. നിസാമുദ്ദീനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. 24 കണ്ണൂർ.